മോള് പൊയ്ക്കോ, അപ്പോഴും പള്ളിയോഗം കഴിഞ്ഞു വരാം. ഈ നാട്ടിൽ താമസിക്കുന്നവരിൽ 70% ക്രിസ്ത്യാനികളാ. എന്നിട്ടോ നമ്മുടെ MLA ഹിന്ദു, പഞ്ചായത്ത് പ്രസിഡന്റ് ഹിന്ദു, തഹസിൽദാർ ഹിന്ദു. നമ്മുടെ ആൾക്കാർക്ക് എന്തോ ഉണ്ട്, കുറച്ച് റബ്ബറും തേങ്ങയും മാത്രം. പിന്നെ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ റെപ്പായിച്ചന്റെ വക ഒരു കോളേജ്. അതുള്ളതും ഇല്ലാത്തതും കണക്കാ. പിന്നെ റെപ്പായിച്ചന്റെ തന്നെ ഒരു ആശുപത്രി. പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മളിങ്ങനെ പിന്നോക്കം നിന്നാൽ ശരിയാവത്തില്ല. പൊതു കാര്യങ്ങളെല്ലാം ഹിന്ദുക്കളുടെ കയ്യിലാ. ഇതിനൊരു മാറ്റം വരണം. ഇനി ഈ നാട്ടിൽ നടക്കുന്ന പൊതുകാര്യങ്ങളെല്ലാം നമുക്കും പങ്കുണ്ടാവണം. അതിനൊരു തുടക്കമെന്ന നിലയ്ക്ക് ഇത്തവണത്തെ വള്ളംകളി മത്സരത്തില് നമ്മുടെ ആൾക്കാർ കൂടി പങ്കെടുക്കണം. അച്ഛൻ പറയുന്ന 100% ഞാൻ പിന്നാകുന്നു. പള്ളിക്ക് ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, കുറച്ച് ചെലവാക്കാം. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി കണക്കാക്കണം. എങ്ങോട്ടോ? മൂത്രമൊഴിക്കാൻ. സ്റ്റഡി ടൈമിലാണ് മൂത്രമൊഴിക്കാൻ പോകുന്നത്. പോയിക്കോ. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. എന്നെ പോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കാനുള്ള ശക്തി നീ നൽകണമേ. എന്നെയും എൻ്റെ കൂടെ ഹോസ്റ്റലിലുള്ളവരെല്ലാം നേർവഴിക്ക് നയിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാമായ ഹോസ്റ്റൽ വാർഡനച്ചന് യാതൊരു ആപത്തും വരുത്തരുതേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. However, the same stone in our hand, while standing on the first floor, has high energy. When we release the stone, it lands on the ground, releasing its energy. When an electron comes from an outer orbit closer to the center, it releases energy. എടാ അളിയ പാലുണ്ണി, പ്രാർത്ഥന കഴിഞ്ഞ? സ്റ്റഡി ടൈമിലാണോ ഇസ്തിരി ഇടുന്നത്? ചോദിച്ചു കേട്ടില്ലേ? അച്ഛോ, ഇത് അച്ഛന്റെ ലോഹയാ. ഹയെ കിടക്കുന്നുണ്ടപ്പോ വേഗം ഇസ്തിരി ഇട്ടിട്ട് പഠിക്കട്ടാ. എങ്ങനെയുണ്ടോ കുട്ടികള്? ആരാണ് അവിടെ ചിരിക്കുന്നത്? നിന്നെ നിന്നൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തിനാണ് ചിരിച്ചത്? ഞാൻ ഫിസിക്സിൽ ഒരു തമാശ വായിച്ച് അറിയാതെ ചിരിച്ചു പോയതാ. തമാശ? ആർക്കിമിഡീസ് പ്രിൻസിപ്പൽ. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. താങ്ക് യു ഫാദർ. ഇരുന്ന് പഠിക്കാം. കള്ളപ്പിള്ളര്. അല്ലയാ, കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചോ. വാർഡൻ ചുണ്ടലി ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. ശരിയാ. ഗുഡ് മോർണിംഗ് സർ. എയർ കണ്ടീഷനിങ്ങുള്ള മുറി വേണം. അഡ്രസ്? ടി മത്തായി, ഷീർവാണി, മധുര. ഇവിടെ. അഡ്വാൻസ്? അഡ്വാൻസ്? ഇയാൾ ഇവിടെ പുതിയതാണല്ലയോ? ഫോണല്ലയോ ഇരിക്കുന്നത്? വിളിച്ചു ചോദിക്കേ. 3477 കൊച്ചു മുതലാളിയെയോ വലിയ മുതലാളിയോ വിളിച്ചു ചോദിക്ക്. തട്ടയില് മത്തായിയുടെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിക്കണമെന്ന്. എന്നാ തന്തയും മോനും എനിക്കും പലതിനും അഡ്വാൻസ് തരേണ്ടി വരും എന്ന് പറഞ്ഞേരെ. സോറി സർ.
അച്ചായനുണ്ട്. ആരാ മോളിക്കുട്ടി? അപ്പച്ചനെ കാണാമെന്ന് ആരേണ്ട. അപ്പച്ചൻ പള്ളി പോയിരിക്കും, ഇപ്പൊ വരും. അല്ല, എനിക്ക് ഇത്തിരി തിടുക്കുണ്ടായിരുന്നു. മോളിക്കുട്ടി, അച്ചായൻ കാണണ്ട. ഞാൻ ഇങ്ങോട്ട് മാറിയേക്കാം. ഞാൻ ഇറങ്ങുവാ. ഉച്ചയ്ക്ക് ഉണ്ണാനുണ്ടാവോ? അതോ ഇന്നലത്തെ കോലത്തിലാവോ വരവ്? ചെലവാക്കാനല്ലടി, കളിയല്ലേ, ജയവും തോൽവിയും ഒക്കെ ഉണ്ടാവും. അല്ലേ തന്നെ ഒരുപാടില്ലേ, അനുഭവിക്കാൻ ആരെങ്കിലും ഉണ്ടോ? എടാ മുടിഞ്ഞോനെ, രാവിലെ തന്നെ ആ പെങ്കൊച്ചിനെ കുറ്റം പറയാതടാ. നോക്കിയ ഡോക്ടർമാരൊക്കെ നിനക്കാ കുഴപ്പമൊന്നല്ലേ പറഞ്ഞത്? അമ്മച്ചി, ഞാനൊരു തമാശ പറഞ്ഞതല്ലയോ. എങ്ങോട്ടാടാ? പള്ളിയിൽ പോക്കൊന്നും. പിന്നെ ഞാൻ പോവാ. ഉച്ചകുർബാന കഴിഞ്ഞിട്ട് വേണം മില്ലി പോവാൻ. വാടി. ഞാൻ ഉദ്ദേശിക്കാത്ത ഒരർത്ഥത്തിലെ അമ്മച്ചി എടുത്തത്. ഒരു കാര്യം ശരിയാ, വലിയ മിറാക്കളൊന്നും സംഭവിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്നൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എന്ന് വെച്ച് നീ ചെറുപ്പമാണ്, മറ്റൊരു വിവാഹം കഴിക്കുന്നൊക്കെ പറയാൻ മാത്രം മഹാനല്ല ഞാൻ. നീ പോയാലും നിന്നെ ഞാൻ വിടുകല. എനിക്ക് നിന്നെ വേണം. രാവിലെ എന്താ അച്ചായ ഇങ്ങനെയൊക്കെ? അയ്യോ അപ്പച്ചൻ, പാപ്പി പാപ്പി, എന്തോ അന്നെ കഴിവാണ് അവനെ. അപ്പം വരുന്നുണ്ട്. എടാ വണ്ടി ഇറങ്ങണ പാപ്പി കഴിവേടാ മോൻ. താങ്കൾ ഒരു ഇറങ്ങടാ. എന്തിനാ ഇറങ്ങണ തന്തയ്ക്ക് പുറക്കാട്ടോനെ. എങ്ങോട്ടാ രാവിലെ? ഇത് കാശിൽ എടുക്കോട്ട്. ആഴ്ചയിൽ 6 ദിവസം അറക്കപ്പൊടിക്കത്തും തേയിലപ്പൊടിക്കത്തും കിടന്ന് ഉരുളുന്ന എനിക്ക് 7ാമതൊരു ദിവസം 250 രൂപ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലയോ? 250 രൂപ ഇത് 2500 രൂപ കാണുമായിരിക്കും. 2500 രൂപ ഇത്. ഇത് 10000 രൂപ ഉണ്ട്. അയ്യോ അപ്പച്ച, ഇത് മുഴുവൻ എനിക്ക് ചെലവാക്കാനല്ല. മലപ്പുറത്ത് നിന്ന് 3 കൂപ്പ് തടി വന്നു, നിലമ്പൂരിൽ നിന്ന് 4 കൂപ്പ് തടി വന്നു. ലോഡിങ് അൺലോഡിങ്, കയറ്റുകൂലി കയറ്റിറക്കുകൂലി, അട്ടി മറി. പാപ്പി, ആരാടാ? ആർക്കറിയാം? ആരായാലും ദീർഘായുഷ്മാനായിരിക്കട്ടെ. നല്ല നേരത്തെ വന്ന് കയറിയത്. ഞാൻ ഡ്രാഫ്റ്റ് അയച്ചിരുന്നല്ലോ, കിട്ടിയില്ലേ? കിട്ടി. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസാരിക്കാനുണ്ടായിരുന്നു. നീ അകത്തോട്ട് വാ. വാ. മുതലാളി, പിഴച്ചുണ്ടായ കൊച്ചാണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് 3-4 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. 3-4 15 ഇല്ലയോടാ? ആ, കണക്ക് പറയുമ്പോ അത്രയൊക്കെ ഉണ്ടാവും. മൊട്ടക്കൊന്നും പാറയോ കഴിഞ്ഞു വരുമ്പോ. അതൊക്കെ പോട്ടെ. നീ ഇപ്പൊ എന്നതാ പറഞ്ഞോണ്ട് വരുന്നേ? മുതലാളി, കൊച്ചിന് വയസ്സ് 10-17 ഇക്കൊല്ല അല്ലേലേ അടുത്ത കൊല്ലം അതിനെ കെട്ടിച്ചു വിടാനുള്ളതാ. പൊന്നുപോലെയാ എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. ഈ 4 ഏക്കർ മൊട്ടക്കൊന്നും കണ്ടോണ്ട് വരുന്ന കണ്ട ആപ്പൂപ്പയ്ക്കൊന്നും ഞാൻ എന്റെ മോളെ കൊടുക്കത്തില്ല. കൊടുക്കണമെന്ന് മുതലാളിയും പറയത്തില്ല. എനിക്കറിയാം. ആ, ജനനദോഷം. എവിടെ ഇരിക്കേണ്ട കുഞ്ഞാത്. ഈ മത്തായിയുടെ മോളായിട്ട് കഷ്ടപ്പെടാനാ അതിന്റെ വിധി. 6-7 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഇവിടുന്ന് ഉണ്ടാക്കിയില്ലേ. മൂന്നാറിലുള്ള ഇവിടുത്തെ എസ്റ്റേറ്റ് ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി കൊടുത്താൽ അതിനൊരു ജീവിതം കിട്ടും. ആരൊക്കെ ഇപ്പൊ ചെയ്ത കുട്ടപ്പായി അറിയും. അവൻ അറിയണ്ട, അറിയാൻ പാടില്ല. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ അറിയാതിരുന്നാൽ ഒക്കുമോ? ഒക്കും, ഒക്കണം. ആ, അവളിപ്പോ സാരി ഉടുക്കാറായി കാണുമല്ലോ. കൊടുക്കാറായി. വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് വാങ്ങുണ്ടോ? കൊല്ലാകൊല്ലം ഇവിടുന്ന് നിൽക്കുന്നതല്ലേ അവൾ ഉടുക്കാറ്. ദേ 4-5 സാരി ഉണ്ട്, ഇതങ്ങ് കൊടുത്തേക്കോ. ഇത് പറ്റുമോ? തൽക്കാലം നീ പോ.